കമ്മീഷനിലെ രണ്ടാം ഒഴിവിലേക്കും തങ്ങൾക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് നിയമനം നടത്താൻ കേന്ദ്ര സർക്കാരിനാകും. അങ്ങനെയായാൽ പരാജയപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടം പിടിക്കും. ജനേകം എഡിറ്റോറിയലിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ ശേഷിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ ശനിയാഴ്ച രാജിവെച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജി സ്വീകരിച്ചതായി നിയമ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. വ്യക്തിപരമായ കാരണങ്ങൾ മൂലമാണ് അദ്ദേഹം ഒഴിവായതെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ഗോയലിന്റെ രാജിക്ക് കാരണമായതെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ആഴ്ച അവസാനത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെയുണ്ടായ അപ്രതീക്ഷിത രാജി മൂലം പ്രഖ്യാപനം വൈകുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. അതെന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ പടിവാതിൽക്കലുണ്ടായ ആകസ്മിക സംഭവം തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ്. ഗോയലിന്റെ രാജിയോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് അവശേഷിക്കുന്നത്. 3 അംഗ കമ്മീഷനിലെ മറ്റൊരംഗം അനൂപ് ചന്ദ്ര പാണ്ഡെ കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു. പകരം നിയമനം ആയില്ല. മുഖ്യ കമ്മീഷണർ തനിച്ച് തെരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിക്കുന്നതിന് നിയമ തടസ്സമില്ല. 2 കമ്മീഷണർമാർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കമ്മീഷൻ പൂർണ്ണമാകൂ എന്നും വ്യവസ്ഥയില്ല. പക്ഷേ ഭരണകൂടത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കമ്മീഷന്റെ നിലവിലെ നടപടികൾ തന്നെ ഏകപക്ഷീയമായിരിക്കെ പുതിയ കമ്മീഷണർമാരുടെ നിയമനം പ്രധാനമന്ത്രിയുടെ ഇച്ഛാനുസരണം മാത്രമാകുന്ന അവസ്ഥ ജനാധിപത്യത്തെ ഭയപ്പെടുത്തുന്നതാണ്. കമ്മീഷനിലെ ഒഴിവുകളിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയമനം നടത്താനാകുന്ന തരത്തിൽ നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അശോക് ലവാസ രാജിവെച്ചതും തെരഞ്ഞെടുപ്പിന് മുമ്പ് അരുൺ ഗോയൽ രാജിവെച്ചതും തമ്മിലെ സാമ്യതയും തള്ളിക്കളയാനാകില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെ നടപടി വേണമെന്ന് ലവാസ നിലപാടെടുത്തിരുന്നു. വൈകാതെ ലവാസയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ നടപടിയുണ്ടായി. തുടർന്നായിരുന്നു രാജി. സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ലെങ്കിൽ അദ്ദേഹം 2021 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആകുമായിരുന്നു. നിലവിലെ മുഖ്യ കമ്മീഷണർ രാജീവ് കുമാർ അടുത്ത ഫെബ്രുവരി 25 കാലാവധി പൂർത്തിയാക്കുമ്പോൾ 2027 വരെ കാലാവധിയുള്ള അരുൺ ഗോയൽ ആ പദവിയിൽ എത്തേണ്ടതാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് രാജി എന്ന സൂചന ബലപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബംഗാളിൽ അർദ്ധസൈനികരെ വിന്യസിക്കുന്നതിലും ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വിവരങ്ങൾ നൽകാൻ SBIക്ക് സമയം നീട്ടി നൽകിയതിലും ഇരുവരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭിന്നത തീർക്കാൻ ആഭ്യന്തര സെക്രട്ടറി ഇടപെട്ടിട്ടും ഫലം കണ്ടില്ലെന്നാണ് റിപ്പോർട്ട്. രാഷ്ട്രപതിക്ക് അയച്ച രാജിക്കത്തിന്റെ പകർപ്പ് ഗോയൽ മുഖ്യ കമ്മീഷണർക്ക് അയച്ചില്ലെന്നും റിപ്പോർട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ സെക്രട്ടറി ആയിരിക്കെ 2022 നവംബർ 18 സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച ഗോയലിനെ പിറ്റേന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച് രാഷ്ട്രപതി ഉത്തരവ് നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ പരിഗണനയിലിരിക്കെയുണ്ടായ ഈ നടപടി വിവാദത്തിനിടയാക്കുകയും ചെയ്തു. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഗോയലിന്റെ നിയമനത്തിൽ ഇടപെട്ടില്ലെങ്കിലും മുഖ്യ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിന് സുപ്രീം കോടതി കൃത്യമായ സംവിധാനം നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട സമിതിയാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി ഉൾപ്പെടുന്ന സമിതി എന്ന വ്യവസ്ഥയോടെ നിയമ ഭേദഗതി പാർലമെന്റിൽ പാസാക്കിയ ഭരണകൂടം സുപ്രീം കോടതിയെ മറികടന്നു. ഇതോടെ കമ്മീഷനിലെ 2 ഒഴിവിലേക്കും തങ്ങൾക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് നിയമനം നടത്താൻ കേന്ദ്ര സർക്കാരിനാകും. അങ്ങനെയായാൽ പരാജയപ്പെടുന്ന ഏറ്റവും ഒടുവിലത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടം പിടിക്കും. ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ജനങ്ങളുടെ യഥാർത്ഥ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നതുമായ സമ്മതിദാനം നടത്താൻ കഴിവുള്ള സ്വതന്ത്രവും വിശ്വസനീയമായ ഒരു സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നിർണായകമാണ്. ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.